ഇടനയില ചേർക്കാതെ ഇടനയിലയുടെ ടേസ്റ്റോട് കൂടിയ ചക്കയപ്പാണെന്ന് ഞങ്ങളുടെ കിച്ചണിൽ തയ്യാറാകണത്. അതാ ഇന്ന് മോംസ് കിച്ചണില് പരിചയപ്പെടുത്തുന്നത് ചക്കയപ്പമാണ്. ചക്കയപ്പത്തിന് അങ്ങനെ ഒരു പരിചയപ്പെടുത്തൽ വേണോ എന്ന് ഒരു പക്ഷേ പലർക്കും തോന്നിയേക്കാം. കാരണം വളരെ സുപരിചിതമാണ് ചക്കയപ്പം. പക്ഷെ എന്നാലും ഇന്നത്തെ ചക്കയപ്പത്തിന് ചെറിയ ചില പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് അതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. നമുക്കറിയാം, ചക്ക പഴുക്കുന്ന സീസൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വീടുകളിലും ചക്കയപ്പം ഒരു നിത്യ വിഭവം തന്നെയാണ്, പ്രത്യേകിച്ച് നാട്ടിൻപുറങ്ങളിൽ. അത് ഇടനയുടെ ആ ഇല പറിച്ച് കുമ്പിളാക്കി അതിലിട്ട് ആ നല്ല ഫ്ലേവറോടുകൂടി അത് വേവിച്ചെടുക്കുന്നത് വളരെ ആസ്വാദികരമാണ്. ഈ പ്രാവശ്യം മോം ഉണ്ടാക്കിയിരിക്കുന്നത് കുമ്പിളിലല്ല, പക്ഷെ എന്നാൽ കുമ്പിളപ്പത്തിന്റെ ഫ്ലേവറും ഉണ്ട്. അതായത് നമ്മൾ ഈ വട്ടയപ്പമൊക്കെ ഉണ്ടാക്കുന്നത് പോലെ പ്ലേറ്റില് ആ പൾപ്പ് കോരി ഒഴിച്ച് അതിന്റെ പുറത്ത് 3-4 ഈ ഇടനയില ഇങ്ങനെ വിരിച്ച് എന്നിട്ട് അപ്പച്ചമ്പിൽ വെച്ച് വേവിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഇടനയിലയുടെ ഫ്ലേവർ നല്ല ഭംഗിയായിട്ട് കിട്ടി എന്ന് മാത്രമല്ല വളരെ എളുപ്പത്തിൽ അത് ചുട്ടെടുക്കാനും പറ്റും. മറ്റേ കുമ്പിളിലാവുമ്പോൾ കുമ്പിളുണ്ടാക്കാനും അതിൽ നിറയ്ക്കാനും അത് ചുടാനും ഒക്കെ ഒരുപാട് സമയം എടുക്കുന്ന കാര്യമാണ്. തിരക്കുള്ള വീട്ടമ്മമാർക്ക് അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. എന്ന് മാത്രമല്ല, ഇന്നത്തെ ചക്കയപ്പത്തിന് വേറൊരു പ്രത്യേകതയും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അത് നല്ല ഹൽവ പോലെ വളരെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആണ്. അതിനിടയാക്കിയത് 2 കാര്യങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ആ ചക്കയുടെ പൾപ്പ് വളരെ സൂക്ഷിച്ചാണ് എടുത്തിരിക്കുന്നത്. കാരണം പലപ്പോഴും ചക്കയപ്പം നന്നാകണമെങ്കിൽ ഒന്ന് അതിന്റെ പൾപ്പ് നല്ല സ്മൂത്ത് ആയിട്ട് ഒട്ടും നാരില്ലാതെ, ശേഷം നാരില്ലാതെ അതെടുക്കണം. ഒന്നത്. രണ്ടാമത്തെ കാര്യം, അതിൽ ചേർക്കുന്ന അരിപ്പൊടിയുടെ പ്രൊപ്പോർഷൻ അത് വളരെ കറക്റ്റായിരിക്കും. അരിപ്പൊടി കൂടി കഴിഞ്ഞാൽ അത് വല്ലാതെ കോൺക്രീറ്റ് കഷണം പോലെ വല്ലാതെ ഹാർഡാവും, നമുക്ക് ഒട്ടും ആസ്വാദികരമാവില്ല. അപ്പൊ ഇവിടെ വളരെ സൂക്ഷിച്ച് ആ പൾപ്പ് എടുത്തത് കൊണ്ട് അശേഷം നാരില്ലാതെ അത് കിട്ടി. വളരെ സ്മൂത്ത് ക്രീമാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അതിന്റെ കറക്റ്റ് പ്രൊപ്പോർഷനിൽ ആ അരിപ്പൊടി കൂടി ചേർത്തപ്പോൾ നല്ലൊരു മിക്സ് ആയിട്ട് കിട്ടി. അതുകൊണ്ട് തന്നെ അത് ചുട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ശരിക്കും ഹൽവ പോലെ വളരെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നു. വളരെ രുചികരമാണ്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ സാധിക്കുന്നവരെ ഇത്തരത്തിൽ അതൊന്ന് ഉണ്ടാക്കി നോക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളോട് അറിയിക്കുകയാണ്. സാധ്യമായവർ ഇത്തരത്തിൽ ഒന്നുണ്ടാക്കി നോക്കി ഒന്ന് പരീക്ഷിച്ച് അതിൻ്റെ ആസ്വാദ്യത ഒന്ന് അനുഭവിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുകയാണ്. ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ എനിക്ക് തോന്നുന്നു അല്പം ദീർഘിച്ചു പോയെന്ന് തോന്നുന്നു. ഞാൻ ക്ഷമിക്കണം, ഞാൻ പിൻവാങ്ങുകയാണ്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഇതിപ്പോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂഴച്ചക്കയുടെ തന്നെ പൾപ്പാണ് എടുത്തിരിക്കുന്നത്. ആ പൾപ്പ് തേങ്ങയും ശർക്കരയും അരിപ്പൊടി എല്ലാം ചേർത്തിട്ട് പ്ലേറ്റില് അപ്പം പോലെ പുഴുങ്ങിയെടുക്കണം കാണിക്കണേ. ആ പുഴുങ്ങിയെടുക്കുന്നതിലും ഒരു ചെറിയ ട്രിക്കുണ്ട്. ആ ട്രിക്ക് പുഴുങ്ങുമ്പോ കാണിക്കാൻ കേട്ടോ. ഇപ്പോഴേ ഞാൻ പറയൂല കേട്ടോ. അപ്പൊ അതിനായിട്ട് ഞാൻ ചക്കപ്പഴത്തിന്റെ പൾപ്പ് എടുക്കണം എങ്ങനെയാണെന്ന് നമ്മൾ ലിങ്ക് താഴെ ഇട്ട് കൊടുക്കാം, കാണിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. ഈ തവി കണ്ടോ? ഈ തവിയില് 2 തവി കൂമ്പനെ അപ്പത്തിന്റെ നൈസായിട്ടുള്ള വറുത്ത പൊടിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അരിപ്പൊടി, അപ്പത്തിന്റെ നൈസ് പൊടി. അപ്പത്തിന്റെ നൈസ് പൊടി ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടും ചക്കയപ്പം ചുടുമ്പോ. പിന്നെ ഒരു 1/4 മുറി തേങ്ങ അതെ ചിരണ്ടി വെച്ചേക്കണം. അത് ചുമ്മാ ചിരണ്ടിയാ മതി കേട്ടോ, ചിരണ്ടിയാ മതി. പിന്നെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ചക്കപ്പഴത്തിന്റെ പൾപ്പ, അത് ഈ തവിക്ക് കൂമ്പനെ 3 കൂമ്പനെ എടുത്തിട്ടുണ്ട്. പൾപ്പ് മാത്രം ഇതിന് 3. 3. അപ്പം പൾപ്പ്,
അരിപ്പൊടി, തേങ്ങ, ഇനി ശർക്കര ഞാൻ ചീമ്പിയല്ല ഇതിൽ ചേർക്കണത്. കുറച്ച് ശർക്കര ഇവിടെ ഉരുക്കി വെച്ചായിരുന്നു. അപ്പൊ അതിന്റെ ബാലൻസ് ഇരിക്കുന്നതാണ് കേട്ടോ എടുക്കണേ. അതിപ്പോ എത്രയാന്ന് നേരത്തെ ഞാൻ ഉരുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഗ്ലാസ്സിൽ ഇത്ര ഇരിപ്പുണ്ട്, നമുക്ക് ഒഴിച്ചു നോക്കാം. പിന്നെ ഒരു സ്വല്പം നെയ്യ് ചേർക്കുന്നുണ്ട്, അത് ചേർക്കുമ്പോൾ കാണിക്കാം. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കണം. പിന്നെ 1-2 ഏലക്കായും ഒരു സ്വല്പം ജീരകവും പൊടിച്ച് ചേർക്കാം. അത് ലാസ്റ്റ് മതി. ഇപ്പൊ മെയിൻ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കുഴച്ച് വെക്കണം. നമുക്ക് കുഴച്ച് വെച്ചാലോ? കുഴച്ച് വെക്കാം. നാരില്ലാത്ത പഴുപ്പ് ജസ്റ്റ് ഇങ്ങനെ കോരി കാണിക്കുമ്പോ കിട്ടും. നാരില്ല. നാരുണ്ടെങ്കിൽ ഒരു സുഖയില്ല അപ്പം ചുടുമ്പോ. അപ്പോ അലുവയോ വരട്ടണതോ പായസത്തിനൊന്നും നാര് പാടില്ല. കുഴച്ചൊക്കെ ആകുമ്പോ ശരിക്കും പാത്രത്തിലിട്ടേച്ച് നാര് കളഞ്ഞെടുക്കാൻ സൗകര്യം നമുക്ക്. ഞാൻ റെഡി. അങ്ങനെയാ. ഇനി നമുക്ക് മിക്സ് ചെയ്താലോ? മിക്സ് ചെയ്യാം. പൊടി ആദ്യം ചേർക്കാം കേട്ടോ. പൊടിയും തേങ്ങയൊക്കെ തന്നെ ചേർക്കാം. പൊടി എന്തായാലും ഇത് വേണം. അപ്പം ഇങ്ങനെ വെച്ച് നോക്കണ്ട, അതെന്തായാലും അത്രയും വേണം. കുറവാണെങ്കിലേ ഉള്ളൂ നമുക്ക് നോക്കാം മിക്സിങ്ങിൽ. ഇങ്ങനെ വരുന്നുള്ളൂ. ഞാൻ കൈ കൊണ്ട് അങ്ങ് എടുക്കട്ടെ കേട്ടോ. അതെ, ഇനി ദേ സ്പൂണൊക്കെ മാറ്റി ഞാൻ. ഇനി നമുക്ക് ശർക്കര പാനി ചേർത്തേച്ച് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. പാനി ചേർക്കുവാണേ, കണ്ടോ. ഇനി നമുക്ക് മധുരം എങ്ങനെയാണെന്നൊന്ന് നോക്കാം. പൾപ്പിന് മധുരം ഉണ്ടെങ്കിൽ അതനുസരിച്ച് മതി. നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സി ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ആക്കി വെച്ച് കുറച്ച് നേരം ഒരു 10-20 മിനിറ്റ് ഇത് വെച്ചേക്കണം. അരമണിക്കൂർ വെച്ച് അത്രയും നല്ലതാണ്, എല്ലാം യോജിച്ച് വരാനായിട്ട്. നമ്മൾ കൈകൊണ്ട് എത്രയാക്കിയാലും മൊത്തം യോജിച്ചൊന്ന് വരണമല്ലോ. ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ മധുരത്തിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ചിലപ്പോൾ ഇച്ചിരൂടെ ചേർക്കേണ്ടി വരും. നോക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. എനിക്ക് തോന്നി മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സ്വല്പം മധുരം കുറവാണ്. അപ്പോൾ ഒരു പൊടിക്കോടെ ശർക്കര ഉരുക്കിയത് ചേർക്കാം. മതിയോ? എന്നാന്ന് വെച്ചാൽ മഴയൊക്കെ പിടിച്ചതുകൊണ്ട് ചക്കയ്ക്കൊക്കെ ഇച്ചിരി മധുരം കുറവായി തുടങ്ങിയില്ല. അതുകൊണ്ടാണ്. അപ്പം അപ്പം ചുടുമ്പോൾ എന്തായാലും മധുരം വേണമല്ലോ. പൊടിയും തേങ്ങയും ഇതെല്ലാം പാകാട്ടോ, ഒട്ടും ഇനി ചേർക്കണ്ട ഒന്നും. ഇനിയിപ്പം നമുക്ക് ഇത് ഒരടപ്പ് കൊണ്ട് അടച്ചു വെച്ചൊരു 10-20 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ചൂടാം കേട്ടോ. ചുടുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, അത് ചുടുമ്പോൾ കാണിക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ആവാൻ വെച്ചേക്കാം. ഒരു 10-20 മിനിറ്റ് കഴിയട്ടെ. എന്നിട്ട് നമുക്ക് കിണ്ണത്തിൽ കോരി ഒഴിക്കാം. ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. സ്വല്പം ഏലക്കായും ഒരു 2 തരി ജീരകവും കൂടെ പൊടിച്ച് ചേർക്കാം. അത്രയേ ഉള്ളൂ. അത് പൊടിച്ച് ഞാൻ വെച്ചേക്കാം. അങ്ങനെ നമ്മൾ ഏതാണ്ട് ഒരു അരമണിക്കൂറുകളായി. ഇപ്പം 20 മിനിറ്റ് അല്ല കേട്ടോ മിക്സ് ചെയ്യാൻ വെച്ചിട്ട്. മാവും എല്ലാമായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ തേങ്ങ ചിരണ്ടി ചേർത്തോണ്ടാട്ടോ ഇതിങ്ങനെ കിടക്കണതാണ്. നമ്മൾ ഒതുക്കിയൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഇനി നമുക്കിതേ ജീരകവും ഏലക്കയും കൂടെ ചതച്ചത് നൈസായിട്ട് പൊടിയായിട്ടില്ല. കാരണം സ്വല്പം ഉള്ളത് കൊണ്ട് ഞാനങ്ങ് ചതച്ചെടുത്തതാ കേട്ടോ. മറ്റേ ശരിക്കും പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി അധികം വേണമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ നമ്മൾ മാത്രം കഴിക്കാനായിട്ടുള്ള ഒരു ഇതല്ലേ, ഒരു സാധാ ഐറ്റം അല്ലേ തയ്യാറാക്കണം. അതുകൊണ്ട് അങ്ങനെ ചെയ്ത് അത് ഇതിലേക്ക് ചേർക്കുവാണേ. ചേർത്തിട്ട് ഇനിയിപ്പം ഞാൻ കൈകൊണ്ട് മിക്സ് ചെയ്യണ്ടെന്ന് കരുതിയാട്ടോ ഇങ്ങനെ സ്പൂണും കൊണ്ട്. കൈകൊണ്ട് നമ്മൾ ഓൾറെഡി ഒന്ന് ചെയ്തതാണല്ലോ. തേങ്ങാപ്പീരയും ഇതില് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്കല്ല ചേർക്കണത്. പ്ലേറ്റിലില്ലേ കിണ്ണത്തില്, സാധാരണ ഞാൻ ചക്കയപ്പൊക്കെ ചുടുമ്പോൾ കിണ്ണത്തിൽ ചുമ്മാ വിട്ട് പോരാനായിട്ട് വെളിച്ചെണ്ണയൊക്കെയാ തൂക്കാറ് കേട്ടോ. ഇത്തവണ എനിക്ക് തോന്നി വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് സ്വല്പം നെയ്യ് ചേർത്ത് കൊടുക്കാമെന്ന്. ബട്ടറോ നെയ്യോ ഏതെങ്കിലും ചേർക്കാം. അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാവിലേക്ക് പിടിച്ച് അപ്പത്തിന് നല്ലൊരു നെയ്യുടെ ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടി നമുക്കങ്ങനെ ചേർത്ത് കൊടുക്കും. ഇതിപ്പോൾ ഞാൻ ഈ സ്പൂണ് കൊണ്ട് തന്നെ തൂക്കണം. എന്നാന്ന് വെച്ചാൽ ബ്രഷിൽ ഇത് കിട്ടൂല. ഫ്രിഡ്ജിലിരുന്ന നെയ്യ് ആയതുകൊണ്ട് ഇച്ചിരി കട്ടയായിട്ടായിരിക്കണം. അതുകൊണ്ടാട്ടോ ഇച്ചിരിയോടെ എടുക്കട്ടെ കേട്ടോ. ഇനി ഇതേ പാത്രം ഞാനിവിടെ വെച്ചു. പാത്രത്തിലേക്ക് നമുക്ക് കോരി ഒഴിക്കാം. കോരി ഒഴിച്ചില്ലെങ്കിലും ഇങ്ങനെ ചെരുവമ്പൊടി പകർത്തിയാലും മതിയേ. ഞാൻ ഏതായാലും സ്പൂൺ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ കോരി ഒഴിക്കാമെന്ന് കരുതി കേട്ടോ. അതെ,
ഇത് മതിയാവും. ഇത് നമുക്ക് ഇവിടെ ഇരിക്കട്ടെ. കുഞ്ഞു പ്ലേറ്റിലെല്ലാം കോരി ഒഴിച്ച് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഏത് ദേ ഈ ഇരിക്കണത് സ്വല്പം എന്നാന്നറിയാമോ, ഇത് നമുക്ക് പൊങ്ങിയൊന്നും വരൂല. പക്ഷെ കൂടുതൽ കട്ടിയായി കഴിഞ്ഞാൽ ചിലപ്പോൾ വെന്ത് കിട്ടാനായിട്ട് ഇച്ചിരി താമസം വരും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇത്രയും ഞാൻ തൽക്കാലം ഒഴിക്കണോളൂ. നമുക്ക് തട്ടുമൊന്നും വേണ്ട, തന്നെ ഇതായി വന്നോളും. ഇനി എന്താ ചെയ്യാൻ പോണെന്ന് അറിയാമോ? അപ്പച്ചെമ്പിൽ വെച്ചാണ് നമ്മൾ പുഴുങ്ങിയെടുക്കണത്. അതിന് മുമ്പ് ഒരു പരിപാടി ചെയ്യാനുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇനി ഇതേ നമ്മൾ സാധാരണ കുമ്പളപ്പം ചുരുണ ഇടനേല, ആ ഇടനേലയിലാണ് ഞങ്ങൾ സാധാരണ ഇവിടെ ഇടന ഉള്ളത് കൊണ്ട് ചുടാറ്. കുഞ്ഞിലയാണ്. അപ്പം ഞാൻ ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു ടിപ്പ് നിങ്ങളെ കാണിച്ചു തരാം. ദേ മാവിൻ്റെ പുറത്തേക്ക് ദേ ഇല ഇങ്ങനെ വെക്കണം. കണ്ടോ? ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെ ചുട്ട് വരുമ്പോൾ ഈ മാവിൻ്റെ സ്മെല്ല് അതിലേക്ക് മാവിലേക്ക് ഇലയുടെ സ്മെല്ല് ഇറങ്ങും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. അതിന് വേണ്ടിയാട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കിണ്ണ അതിലേക്ക് ഇറക്കി വെക്കാം. ഇത്രേ ഉള്ളൂ അല്ലേ? ഇവൻ ഇവിടെ ഇരുന്ന് വേവട്ടെ. വേവുമ്പോൾ നല്ല ഈ ഇല ഇട്ടിരിക്കുന്നതുകൊണ്ട് നല്ല സ്മെല്ലാട്ടോ. അതിലേക്ക് മാവിലേക്ക് പിടിക്കണോണ്ട്. അപ്പം ശരിക്കും നോക്കുമ്പോൾ കട്ട് ചെയ്ത് നമ്മൾ അപ്പം എടുത്തു കഴിയുമ്പോൾ ഇടനയിലോട്ടില്ലേം താനും ഇലയുടെ ടേസ്റ്റും അതിന് കിട്ടും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇടനയില ചേർക്കാതെ ഇടനയിലയുടെ ടേസ്റ്റോട് കൂടിയ ചക്കയപ്പാണെന്ന് ഞങ്ങളുടെ കിച്ചണിൽ തയ്യാറാകണത്. അതായത് പ്ലേറ്റിൽ കിണ്ണത്തിൽ കോരി ഒഴിച്ച് അപ്പം ചുട്ടിട്ട് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ഇലയുടെ അതേ ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടി 2 ഇല ഇട്ടതാണ് അതില്. അപ്പൊ ഇലയൊട്ട് കാണാനുമില്ല. അപ്പൊ ഒരു നാടൻ ചെറിയ ടിപ്പുകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പൊ സാധാരണ നമ്മൾ ഈ ഇലയിലാണ് അപ്പം ചുട്ട് ഉപയോഗിക്കാറുള്ളത്. ഇപ്പൊ ഇലയില്ലാതെ ഇലയുടെ ടേസ്റ്റോട് കൂടിയുള്ള ചക്കയപ്പാണെന്ന് ഞങ്ങൾ കിച്ചണിൽ തയ്യാറാക്കണം. അങ്ങനെ നമുക്ക് അപ്പം ഏതാണ്ട് റെഡി ആയിട്ടുണ്ടെന്ന് തുറന്നു കളയാം. അടിപൊളി. നല്ല സൂപ്പർ ആയിട്ട് ഇരിപ്പുണ്ട്. നല്ല അടിപൊളി സാധനം. കാണുമ്പോ തന്നെ അറിയാം. ഇനിയിപ്പൊ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇല വെച്ചിരിക്കുന്നത് 2 ഇങ്ങനെ മാറ്റാം. വാടി ചെയ്ത് നോക്കാം. നമ്മൾ കട്ട് ചെയ്യുകയാണ്. അടിപൊളി. കേക്ക് കട്ട് ചെയ്യണ പോലെ അല്ലേ? നന്നായിട്ട് വിട്ട് നന്നായിട്ടുണ്ട്. അടിപൊളി. ഒരു പീസ് എടുത്ത് നമുക്ക് ബാക്ക് സൈഡും ഒക്കെ അതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാം. നല്ല നീറ്റായിട്ടുണ്ട്. അടിയിൽ നമ്മൾ ബട്ടറല്ലേ തൂത്തത്, അപ്പം ബട്ടറിൻ്റെ ടേസ്റ്റും ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. നല്ല അപ്പാണ്. അതേ വലുതെല്ലാ പീസുകളും ഇങ്ങനെ അടർത്തിയെടുക്കാം. ഒരെണ്ണി എന്നിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് പീസ് കട്ട് ചെയ്താലോ? കട്ട് ചെയ്യാം. അത് ചുമ്മാ ഞാൻ സാധാരണ രീതിയിൽ അങ്ങ് കട്ട് ചെയ്യും കേട്ടോ. ഇങ്ങനെ ഷേപ്പ് ഒന്നും നോക്കിയല്ലോ. അതേ ചുമ്മാ നുറുക്കി ഹലുവ കഷ്ണം പോലെ. അതെ ചക്ക ഹലുവ അല്ലേ? അതെ. എന്നാ ഒരു കാര്യം ചെയ്തേ, ഒരു കഷ്ണം ഒന്നങ്ങ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാം. അടിപൊളി. അപ്പൊ എല്ലാവർക്കും നിങ്ങൾക്കായിട്ട് ഞാൻ തരുന്നു കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? സൂപ്പറായിട്ടുണ്ടോ? ഇലയുടെ സ്മെല്ലുണ്ടോ? പിന്നെ ടേസ്റ്റ് നന്നായിട്ട് അതിലേക്ക് പിടിച്ചിട്ടൊക്കെ ഉണ്ടോ? നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. എന്തായാലും പറയാതിരിക്കാൻ വയ്യ. അത് എനിക്കിങ്ങനെ ഒരു ഐഡിയ തോന്നി ഞാൻ ചെയ്തതാ. എപ്പോഴും കുമ്പളപ്പായിട്ടല്ലേ ചുടണത്. അപ്പൊ ചുമ്മാ കിണ്ണത്തിലൊന്ന് കോരി ഒഴിച്ച് വെറുതെ ഇലയൊന്ന് വെച്ച് എങ്ങനെയുണ്ടെന്നൊന്ന് പരീക്ഷിക്കാന്ന് കരുതി ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പൊ എനിക്ക് നല്ലതായിട്ട് തോന്നിയതാ. അത് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാനും നല്ല ഐറ്റം ആയതുകൊണ്ട് ഇത് ചെയ്തതാണ്. കഴിച്ചോ എന്നാ. അപ്പൊ ഇതാണ് നമ്മുടെ ചക്കയപ്പം അഥവാ കുമ്പിളപ്പം. കുമ്പിളല്ലാന്നേ ഉള്ളൂ. കുമ്പിളപ്പം എന്ന് പറയരുത് കേട്ടോ, കുമ്പിളില്ല. അതെ. നമ്മള് കിണ്ണത്തിൽ ചുട്ട ചക്കയപ്പം വിത്ത് ഇടനയില മീതി അതില് പാകി വെച്ച് അപ്പൊ അതിന്റെ
സ്മെല്ല് ഇതിലേക്കൊക്കെ പിടിച്ച് ആ ഇടനയുടെ ഒരു രുചിയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആര് കഴിക്കുമ്പോഴും ഇത് എങ്ങനെ ഇടനയുടെ ഇതെന്ന് തോന്നും എല്ലാവർക്കും. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷിക്കാം. ചിലരൊക്കെ ഇത് പരീക്ഷിക്കുന്നുണ്ടായിരിക്കും, ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഈ പരീക്ഷിക്കാത്തവര് വീട്ടിൽ ഇടനയൊക്കെ ഉള്ളവര് ചക്കയപ്പ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. കൂഴച്ചക്ക ഉണ്ടെങ്കിൽ പരമാവധി കൂഴച്ചക്കയുടെ സിറപ്പ് എടുത്ത് ചെയ്യാൻ നോക്കുക. വരിക്കച്ചക്കയിനേക്കാളും ടേസ്റ്റ് എൻ്റെ അനുഭവത്തിൽ കൂഴച്ചക്കയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, ചക്കയപ്പം ഉണ്ടാക്കുമ്പോൾ. ചക്കയപ്പം ഉണ്ടാക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കൂടുതൽ ടേസ്റ്റ് എനിവേ നമുക്ക് തോന്നിയേക്കണത് കൂഴച്ചക്കയുടെ പൾപ്പെടുത്ത് ചെയ്യണതാട്ടോ, നാരൊക്കെ കളഞ്ഞ് നീറ്റായിട്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. നല്ല ബ്യൂട്ടിഫുൾ ടേസ്റ്റ് ആണ്. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഒന്ന് വേഗം ലൈക്ക് ചെയ്തേ, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. എല്ലാവരും സുഖമായിരിക്കണല്ലോ അല്ലേ? മഴയൊക്കെ തുടങ്ങി, നല്ല തണുപ്പൊക്കെയായി. ഞങ്ങൾ അങ്ങനെ ചായയുടെ കൂടെ ചക്കയപ്പം ഒക്കെ ഉണ്ടാക്കിയത് കഴിച്ചു. ഞങ്ങൾക്ക് വളരെ രുചികരമായ ഒരു ചക്കയപ്പായിരുന്നു. അപ്പം നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടമായോ? കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പതിവ് പോലെ അറിയിക്കണം. എല്ലാവരും ഒക്കെ ഒന്ന് ചക്കയുടെ പഴുപ്പൊക്കെ ഇരിക്കുന്നവരും ചക്കപ്പഴമൊക്കെ വീട്ടിലുള്ളവരും ഒക്കെ ഒന്ന് ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് പതിവ് പോലെ ഞങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകളൊക്കെ അറിയിക്കുക കേട്ടോ, ഷെയർ ചെയ്യുക. പിന്നെ ഇനി ഞങ്ങൾ ഇതുപോലെ തന്നെ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ഡിഷുമായിട്ട് പ്രത്യക്ഷപ്പെടാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.